ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ടയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ, പോകാം വീഡിയോയിലേക്ക്. നമ്മൾ ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് പൊരിഞ്ഞ് വരണം അരി. നല്ല രീതി ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്ക് വറക്കാം അരി ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് അരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിടാം തണുക്കാനായിട്ട്. ഇതുപോലെ പൊരിഞ്ഞ് വരണം ഓരോ അരിയും. എല്ലാ അരിയും ഇതുപോലെ വന്നാൽ അതിൻ്റെ ടേസ്റ്റ് അരിയുണ്ടയുടെ. അരി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലോട്ടിട്ട് അരിയെല്ലാം പൊടിച്ചെടുക്കാം. 1 ഗ്ലാസ് അരി ഞാൻ ഈ മിക്സിയിൽ തന്നെ ഇട്ട് പൊടിച്ചെടുക്കുക ഒറ്റ ട്രിപ്പിന് തന്നെ. കാരണം അതിനുള്ള അരിയേ ഉള്ളൂ. 1 ഗ്ലാസ് അരിയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത് കൊണ്ട്. ഇപ്പോൾ അരി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടണം. പക്ഷേ ഇവിടെ കുറച്ച് ഇരിപ്പുണ്ട്, അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടെ അടിക്കാം. ഈ സൈഡിൽ ഇരിക്കുന്നതല്ല, നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ഫുള്ള് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട്. സൈഡിൽ അരി ഇരുന്നുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വീണ്ടും ഒന്ന് പൊടിച്ചെടുത്തത്. അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ ഈ ഉരുണ്ട ശർക്കര എടുക്കുന്ന ഈ കവർ വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ട് പൊട്ടിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതിന് ശേഷം കുറച്ച് തേങ്ങയും ശർക്കരയും മിക്സിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നല്ലോണം അരഞ്ഞ് നല്ല വെണ്ണ പോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി പൊടിച്ച് വെച്ചേക്കുന്ന അരിപ്പൊടിയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ട്രിപ്പ് അരച്ചതും കൂടെ ഇട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിനകത്തുനിന്ന് കുറച്ചെടുത്ത് ബോളാക്കി എടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ബോൾസാക്കി എടുക്കാം. ഇതൊരു ഓൾമോസ്റ്റ് 21 അരിയുണ്ടോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വറുത്ത് പൊടിച്ച അരിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് അന്നേരം എടുത്ത് വെച്ച് ഞാൻ വിട്ടുപോയി. പിന്നെ രണ്ടാമത് അരി വറുത്ത് പൊടിച്ചെടുത്തതാണ് ഇട്ട് കൊടുത്തത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസി ആയിട്ടൊരു റെസിപ്പിയാണ്. ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടുക ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ. ഇഫ് യു ലൈക്ക് മൈ ചാനൽ, ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ബൈ.